ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു nimmuzworld. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു കിഡിലം ഐറ്റമായിട്ടാണ് വന്നിട്ടുള്ളത്. ഒരു വെറൈറ്റി ബ്രെഡ് പുഡിംഗ്. ഇതുണ്ടാക്കാൻ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ വേണ്ടൂ. അപ്പം പെട്ടെന്ന് നോക്കാം ഇതെങ്ങനെ ഉണ്ടാക്കുന്നത്. ഇതിന്റെ സ്പെഷ്യൽ എന്ന് വെച്ചാൽ ഇത് ചൂടോടെയും കഴിക്കാം, തണുപ്പിച്ചിട്ടും കഴിക്കാം. അപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ ഇൻഗ്രീഡിയൻസ്. ബ്രെഡ് 6 സ്ലൈസസ്, അതിന്റെ സൈഡ് ഫുള്ളും കളയാം. പാല് 200 ml. ഈ പാലിൽ ഈ ബ്രെഡ് കുതിർത്തി വെക്കുക. 1 മണിക്കൂറെങ്കിലും ഇതിൽ കുതിർത്തി വെക്കാൻ മറക്കരുതേ. അതിനുശേഷം 3 മുട്ട നന്നായി ബീറ്റ് ചെയ്യുക. 9 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ടെടുക്കാം. മുട്ട നല്ലോണം പൊങ്ങി വരുന്നത് വരെ നല്ലോണം ബീറ്റ് ചെയ്യുക. എങ്കിലേ ആ ഒരു പുഡിങ് നല്ല സോഫ്റ്റിൽ കിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഏലക്കായ പൊടിച്ചത് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ കുതിർത്തി വെച്ച ബ്രെഡും മിൽക്കും ഈ മുട്ട ബീറ്റ് ചെയ്തെടുത്ത് ആഡ് ചെയ്ത് നന്നായിട്ട് കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്യുക. ഒറ്റ തരി പോലും ഇല്ലാതെങ്കിൽ മാത്രമേ നമ്മുടെ പുഡിങ് നല്ല സോഫ്റ്റ്നെസ് ആയിട്ടുണ്ടാവുള്ളൂ. അതുകൊണ്ട് ഇതാ മിക്സ് ചെയ്ത് ഇതുപോലെ. ഇനി അതിലേക്ക് എന്തെങ്കിലും നട്ട്സ്, ഏത് നട്ട്സാണോ ഉള്ളത് അത് ആഡ് ചെയ്യുക. ഞാനിപ്പോൾ ഇവിടെ ബദാമാണ് കുറച്ചൊന്ന് നുറുക്കിയെടുത്തിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് ഇനി ഇതൊരു ബേക്കിംഗ് ട്രേയിലേക്ക് മാറ്റുക. നമ്മളിപ്പോൾ ബേക്ക് ചെയ്യാനാണ് പോകുന്നത്. ഈ ഒരു ടൈമിൽ ഓവൻ ഒരു 180 ഡിഗ്രിയിൽ ഒരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യുക. അതിനുശേഷം ഓവനിലേക്ക് ഈ ബേക്കിംഗ് ട്രേ വെക്കുക. പിന്നെ ഒരു 20 മിനിറ്റ്സ് അത്രയും എൻ്റെ ഓവനിൽ, അത് ഓരോ ഓവനിൽ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. എൻ്റെ ഓവനിൽ ഒരു 20 മിനിറ്റ്സ് ആകുമ്പോഴേക്കും നല്ല കറക്റ്റ് ബേക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാറിയതിന് ശേഷം ഒരു പ്ലേറ്റിലേക്ക് മാറ്റുക. ഇത് വേണമെങ്കിൽ ഫ്രൈ പാനിലും ഉണ്ടാക്കാം, സെയിം മെത്തേഡ് തന്നെ. പക്ഷേങ്കിൽ ഇതുപോലെ മേലെ ഇങ്ങനെ ഒരു ക്രഞ്ചി ആയിട്ട് കിട്ടൂല ഫ്രൈ പാനിലാക്കുമ്പം. പിന്നെ ഓവനിലാക്കുമ്പോഴാണ് കുറച്ചുകൂടി അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഓവനുള്ളവർ തീർച്ചയായും ഓവനിൽ തന്നെ ട്രൈ ചെയ്യാൻ. 9 ടേബിൾ സ്പൂൺ പഞ്ചസാരനേക്കാളും കുറച്ച് 2 ടേബിൾ സ്പൂൺ അധികം ഇട്ട്, അതുകൊണ്ടാണ് മേലെ കുറച്ച് അധികം കളറ് മാറിയതുപോലുള്ളത്, കുറച്ച് മധുരം കൂടിയിട്ട്. അപ്പോൾ 9 ടേബിൾ സ്പൂൺ കറക്റ്റാണ്. അപ്പോൾ ഇതാ പുഡിങ് റെഡി. അപ്പോൾ സിമ്പിളാണ്, കുറച്ച് മാത്രം വീട്ടിലെപ്പോഴും ഉണ്ടാകുന്ന ഇൻഗ്രീഡിയൻസ് മാത്രമേ ഇതിന് വേണ്ടൂ. നല്ല ടേസ്റ്റും ഉണ്ട്, തണുപ്പിച്ചിട്ടും കഴിക്കാം, ചൂടോടെയും കഴിക്കാം. അപ്പോൾ തീർച്ചയായും ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓവനുള്ളവർ ഓവനിൽ തന്നെ ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഫ്രൈ പാനിൽ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ താങ്ക് യു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കാം. താങ്ക് യു.